ചന്ദ്രപക്ഷത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മക്കളെ പഠനത്തിനായും അതിനുശേഷം ജോലിക്കായും കേരളത്തിന് പുറത്തേക്കും വിദേശത്തേക്കും ഒക്കെ അയക്കാറുണ്ടല്ലോ. വലിയ തുക ഫീസായിട്ടും അവിടെ ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾക്കുമൊക്കെയായി വലിയ തുകയും മുടക്കി പ്രതീക്ഷയോടെയാണ് അവരെ നമ്മൾ പറഞ്ഞയക്കുന്നത്. എന്നാൽ അവർ ചെന്നെത്തിയ സ്ഥലത്തെ കാഴ്ചകളിലും അവിടെ ലഭ്യമായ സുഖ സൗകര്യങ്ങളിലും അഭിരമിച്ച് കയ്യിലുള്ള പണം ധൂർത്തടിച്ച് അഹിതങ്ങളായ ബന്ധങ്ങളിലെല്ലാം പെട്ട് പഠനവും മുടക്കി ജീവിതം താറുമാറാക്കിയാലോ? നമ്മുടെ ഒരു ആയുസ്സിലെ സമ്പാദ്യവും പ്രയത്നവും പ്രതീക്ഷയുമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തകർന്നടിയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമുക്കല്പം പിന്നോട്ട് ചിന്തിക്കാം. പ്രപഞ്ചശക്തിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാന ജന്മമായതുകൊണ്ടല്ലേ നമ്മൾ ഓരോരുത്തരും മനുഷ്യ ശരീരമെടുത്ത് ഈ ഭൂമിയിലെത്തിയത്? സ്വർഗം തേടി നീ അലയേണ്ടതില്ല. അത് നീ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ നിനക്ക് പണി തീർക്കാം. അതിനനുയോജ്യമായ ബുദ്ധിയും മനസ്സും ശരീരവും അസംസ്കൃത വസ്തുക്കളും ഞാൻ നിനക്ക് തരുന്നു. ഈ ഭൂമിയെ എത്ര മനോഹരമായ ഒരു സ്വർഗമാക്കാൻ കഴിയുമോ അതിനുള്ള സ്വാതന്ത്ര്യവും കൽപ്പിച്ചു തരുന്നു. ഈ വാഗ്ദാനങ്ങളുമായിട്ടാണ് നമ്മൾ മക്കളെ വിദേശത്തേക്ക് പഠനത്തിന് അയച്ചതുപോലെ വലിയ പ്രതീക്ഷയുമായി നമ്മയും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. നമുക്ക് കൽപ്പിച്ചു തന്ന ഈ സൗകര്യങ്ങളും വാഗ്ദാനങ്ങളും നന്ദിപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മളിൽ നിന്ന് ഒരുപാട് നന്മകൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആ മഹാപിതാവിനോട് നമ്മൾ എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട്. കാലത്തെ അതിജീവിക്കുന്ന അതിമഹത്തായ ആത്മജ്ഞാനം, പരസ്പര സ്നേഹത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും പാഠങ്ങളായ ധർമ്മശാസ്ത്രങ്ങൾ എല്ലാം വിനിയോഗിച്ച് കെട്ടിപ്പൊക്കേണ്ടിയിരുന്ന ഭൗതിക നിർമ്മിതികൾ, അവിടെ ഈശ്വരൻ നമ്മിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കും വിധം പിതൃസ്ഥാനീയരും സഹോദരന്മാരും മക്കളും സഹജീവികളുമായി ഊഷ്മളമായ ബന്ധത്തിലും പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലുമാണോ നമ്മൾ ജീവിക്കുന്നത്? ഭൗതിക സമ്പത്തിനു വേണ്ടി സഹജീവികളെ നമ്മൾ വഞ്ചിക്കാറുണ്ടോ? ചതിച്ചിട്ടുണ്ടോ? സഹജീവികളിൽ ഒരാളുടെയെങ്കിലും ദുഃഖമകറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ അനുവദിച്ചു തന്ന ഈ ഭൂമിയെ, ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുകയാണോ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? തൽക്കാലത്തേക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും കിട്ടിയ ഇടം പിന്നാലെ വരുന്നവർക്കായി എങ്ങനെയാണ് നമ്മൾ കൈമാറുന്നത്? ഇതിനൊക്കെ ആനുപാതികമായിട്ടല്ലേ നമുക്കും മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂ? അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമുണ്ടോ? ചിന്തിക്കുക. നമസ്തേ.